ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണമെന്ന് ഇപ്പോൾ സോഷ്യൽ മീഡിയയോട് ചോദിച്ചാൽ അവർ പറയും രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയുടെ പിൻബലമുള്ള അയാൾക്കാണ്. അതേസമയം KPC പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ പറയും നമ്മുടെ ശ്രീനാദേവി കുഞ്ഞമ്മയാവണമെന്ന് പറയും. കാര്യം അവർക്കാണ് അത് കഴിഞ്ഞാൽ രാഹുൽ കഴിഞ്ഞാൽ അടുത്ത സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഇതൊക്കെ ക്രിയേറ്റഡ് ആണ്. റീൽസ് രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തി ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. രാഹുലിന്റെ കാര്യത്തിൽ റീൽസുകൾ എന്നും റീൽസാണ്, മനസ്സിലായത്. ഫേക്ക് ഐഡിയകൾ. പക്ഷേ രാഹുലിന് വേണ്ടി ഇപ്പോഴും കോൺഗ്രസിൽ കുറച്ച് പേരെങ്കിലും മനസ്സാ അദ്ദേഹത്തിനോട് അടുപ്പം കാണിക്കുന്നുണ്ടോ? എനിക്കറിയില്ല. ഞാനായാലും ഇപ്പോൾ കോൺഗ്രസിലില്ലല്ലോ. കോൺഗ്രസിലില്ലാത്ത ഒരാളിൻ്റെ അടുത്ത് കോൺഗ്രസ്സുകാർ അടുപ്പം കാണിക്കുന്നു പറഞ്ഞാൽ അവരെ കോൺഗ്രസ്സായി കാണാൻ എനിക്ക് പറ്റില്ലല്ലോ. കാരണം KPCC പാർലമെന്ററി പാർട്ടി കോൺഗ്രസിന്റെ പ്രാഥമികത്തിൽ നിന്ന് പുറത്തു കളഞ്ഞ ഒരാൾ അയാളോട് പ്രേമം കാണിക്കാൻ ആരെങ്കിലും പോയാൽ അവരെ പിന്നെ കോൺഗ്രസ്സായിട്ട് എനിക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റൂ? കോൺഗ്രസിന്റെ രക്തം സിരകളിൽ കൂടി ഒഴുകുന്ന ഒറ്റ ഒരുത്തനും കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമികത്തിൽ നിന്ന് പുറത്താക്കിയ ഒരാളിൻ്റെ അടുത്ത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോവില്ല. അവരൊക്കെ കോൺഗ്രസ് അല്ല, അവരൊക്കെ കണ്ടാംഗ്രസ് എന്ന് ഞാൻ പറയും. മനസ്സിലായോ? കണ്ടാംഗ്രസിന്റെ പട്ടികപ്പെട്ടവരാ. അങ്ങനെ ഐക്യദാർഢ്യം നാളെ സംശുദ്ധി വരുത്തിയ ആൾ തിരിച്ചുവട്ടെ. ഇപ്പോൾ അയാൾ ചെയ്ത തെറ്റുകളിൽ ഉഭയ കക്ഷി തീരുമാനപ്രകാരം രണ്ടുപേരും തമ്മിൽ ബന്ധപ്പെടുന്ന ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഞാൻ അതല്ലേ നേരത്തെ അങ്ങോട്ട് പറഞ്ഞു, രാഷ്ട്രീയത്തിലെ മൂല്യങ്ങൾ വേണ്ടേത് ആ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം നഷ്ടപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇത്തരം ആളുകൾ ആരെങ്കിലും ഇത്തരം ബന്ധം വരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 3 ഗർഭമെങ്കിലും മിനിമം ഉണ്ടാക്കിയെങ്കിൽ ഈ പാർട്ടി പിടിച്ചിരിക്കാൻ പറ്റും. ആ രാഷ്ട്രീയത്തോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല.